കേരളത്തിലെ മുഖ്യമന്ത്രിമാർ സാധാരണ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ച ഒരാളല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത്. സാധാരണയിൽ കവിഞ്ഞ ഉപദേഷ്ടാക്കളുടെ നമ്പർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിദേശത്ത് നിന്ന് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നിട്ടുള്ള ഗീതാ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ ധനകാര്യ ഉപദേഷ്ടാവായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആഭ്യന്തര ഉപദേഷ്ടാവായിട്ട് രമൺ ശ്രീവാസ്തവ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ ഏറ്റവും ആദ്യത്തെ മന്ത്രിസഭകളിലാണ്. അപ്പോൾ അത്തരത്തിൽ 2016 വന്നിട്ടുള്ള മന്ത്രിസഭകൾക്ക് നിരവധി ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. കൂടാതെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഉള്ളതുപോലെ മറ്റ് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ VS അച്യുതാനന്ദൻ്റെയൊക്കെ കാര്യത്തിൽ തന്നെ പ്രകൃതി അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട ഒരാൾ, IT-യുമായി ബന്ധപ്പെട്ട് ജോസഫ് സി മാത്യു, അത്തരത്തിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള നിരവധി ആളുകൾ എടുത്തു വെക്കുന്നൊരു പതിവുണ്ട്. പക്ഷേ പിണറായി വിജയൻ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഇവർക്കെല്ലാം തന്നെ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന മാധ്യമ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന സ്ഥാനം കൊടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ VD സതീശൻ അധികാരത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ളൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. ആ മെമ്പർഷിപ്പിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ നിങ്ങൾക്ക് ലെവൽ 4, 5, 6 വരെ ഉണ്ട്. അപ്പോൾ അതിൽ ഏത് മെമ്പർഷിപ്പ് വേണമെങ്കിലും എടുക്കാം. ലെവൽ 1-ൽ വളരെ ചെറിയ എമൗണ്ടാണ്, 179 രൂപയാണ്. ലെവൽ 2-ൽ 359 രൂപയാണ്. ലെവൽ 3-ൽ 799 രൂപയാണ്. ലെവൽ 4-ലേക്ക് വരുമ്പോൾ 1500 രൂപയിലധികം അടുത്ത് വരും. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള എമൗണ്ടുകളുണ്ട്. നിങ്ങൾക്കത് അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഏതെങ്കിലും വീഡിയോകൾ മെമ്പേഴ്സിന് വേണ്ടി മാത്രമായി ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. പക്ഷേ എടുക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ കാണാം എന്ന് പറയുന്ന ഒരു ചെറിയ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സത്യം പറയുന്ന ഒരു ചാനൽ നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതല്ല, നമ്മളെ കുറച്ചുകൂടി വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇനി നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വന്നാൽ, VD സതീശൻ ഇത്തരത്തിൽ ഉപദേഷ്ടാക്കളെ നിയമിക്കുമോ അല്ലെങ്കിൽ അത് ആരായിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഒരു ഉപദേഷ്ടാവ് എന്തായാലും വെക്കണം എന്നുള്ളതാണ് എനിക്ക് VD സതീശനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് വേറെ ആരുമല്ല, C ദാവൂദാണ്. ഈ C ദാവൂദും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയേ അടങ്ങൂ എന്ന് മാത്രമല്ല, VD സതീശനെ എതിര് നിൽക്കുന്ന ആളുകളെയൊക്കെ അങ്ങേയറ്റം ചീത്ത പറയാനും ഭർഷിക്കാനും ഒക്കെ ഇവർ സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ചില തംബ്നെയിലുകളൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിജയം റാഞ്ചാൻ KC വരരുത് എന്നുള്ളതാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പരുന്തോ കഴുകനൊക്കെയാണ്. അദ്ദേഹം ഇത്രയും കാലം ഏതോ BJPയുടെ നേതാവാണെന്ന് നമ്മൾ വിചാരിക്കും ഇവർ പറയുന്നത് കേട്ടാൽ. അപ്പോൾ അതുകൊണ്ട് വിജയം റാഞ്ചാനായിട്ട് KC ഒരു കാരണവശാലും വരരുത് എന്നാണ് ഒന്നാമതായി എഴുതിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈ പറയുന്ന പോലെ അവർ പറഞ്ഞിട്ടുള്ളത് VDക്ക് ഒരു VS മൂവ്മെന്റ് എന്നുള്ളതാണ്. VDSന് VS മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ VD സതീശന് വേണ്ടി ജനങ്ങളൊക്കെ തന്നെ തെരുവിലിറങ്ങിയത് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവർ നിഷ്കളങ്കരായതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചാണെന്നാണ് ഈ പാവങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. ആ C ദാവൂദും അജീംസും നമ്മുടെ നിഷാദ് റാവുത്തറൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്ന പാവങ്ങളാണ്, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോലെ ഇറങ്ങിയതാണ്. അല്ലാതെ ഒരേപോലെയുള്ള ഫ്ലക്സ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈ പഞ്ച് ലൈൻ വന്നിട്ടുള്ളത്, അതായത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറയുന്ന പഞ്ച് ലൈൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവരെന്ത് ചെയ്യുന്നത്, വളരെ നിഷ്കളങ്കമായി ഇതെല്ലാം തന്നെ VD സതീശന് വേണ്ടി ജനവികാരം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പലവട്ടം ചിരി വരും. കാരണം കോൺഗ്രസിൻ്റെയൊക്കെ ഒരു രീതി അനുസരിച്ച് മത്സരിച്ച ഏതെങ്കിലും MLA-മാരോട് നിങ്ങളൊന്ന് രഹസ്യമായി ചോദിച്ചു നോക്കും. വേണ്ട, ഒരു ബൂത്ത് പ്രസിഡന്റിനെ കണ്ട് ചോദിച്ചാലും മതി. ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പോകണമെങ്കിൽ പോലും ബൂത്തിൽ കാശെത്തിച്ചാലല്ലാതെ ഇവർ അനങ്ങാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ VD സതീശന് വേണ്ടി ശയനപ്രതീക്ഷ നടത്തുകയും പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും കൂടാതെ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് വലിച്ച് കീറുകയും ഇതെല്ലാറ്റിനും ഉപരി അവർ സ്വമേധയാ വന്ന് പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
ഇതൊക്കെ വലിയ കോമഡിയാണ് എന്നുള്ളതല്ലാതെ എന്ത് പറയാൻ. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ സ്ഥലങ്ങളിലും ഒരേ ഫ്ലക്സാണ്, ഒരേ പോസ്റ്ററുകളാണ്, ഒരേ സ്ഥലത്തു നിന്ന് പ്രിന്റ് ചെയ്തതാണ്. പ്രിന്റിങ് മുഴുവൻ നടന്നിട്ടുള്ളത് എറണാകുളത്തു നിന്നാണ് എന്നുള്ളത് പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഇവരിരുന്ന് വലിയ തോതിൽ ഇവർക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കെ സിയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സീതാവിതൊക്കെ പറയുന്നത് പിന്മാറുന്നതാണ് കെ സിക്ക് നല്ലതെന്നാണ്. പിന്മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും പ്രതിച്ഛായയും ഒക്കെ അനുദിനം തകർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പണി ഇവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റും ഇതേ പണി തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് കുഴൽനാടനെതിരെ പോലും അതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കാരണം കുഴൽനാടൻ പാർട്ടിയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് നേടിയ ഒരാളാണ്. ഇപ്പോൾ കുഴൽനാടനൊക്കെ മാറി, അതായത് ഏഷ്യാനെറ്റിനെ പോലും ഉപദേശിക്കുന്ന ലെവലിലേക്ക് എത്തി. പകരം നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേടിക്കാണെന്ന് പറഞ്ഞ വാർത്തക്കെതിരെ കുഴൽനാടൻ പ്രതികരിച്ചതാണ് ഇവരെയൊക്കെ തന്നെ ചൂട് പിടിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഏഷ്യാനെറ്റും ഏതാണ്ട് ഒപ്പത്തിനോടൊപ്പം തന്നെ പോരാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് VD സതീശന് വേണ്ടി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏഷ്യാനെറ്റിലെ വിനു ജോണൊക്കെ തന്നെ ഈ പണി കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസം മുമ്പ് തന്നെ VD സതീശനെ ക്യാപ്റ്റനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ എല്ലാ ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ അത്തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ കാണാം. ഞാനിപ്പോൾ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നിരവധി പരിശ്രമങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിൽ ഇവർ തന്നെ സമ്മതിച്ചു പോയൊരു കാര്യമുണ്ട്. ആ സമ്മതിച്ചു പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രമോ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇലക്ഷൻ ഡേറ്റ്, അതായത് റിസൾട്ട് ഡേറ്റിന് മുമ്പായിട്ടുള്ള ഒരു പ്രമോ. നമ്മുടെ പ്രമോദ് രാമനും അതുപോലെ തന്നെ നിഷാദ് റാവുത്തരും പിന്നെ ജിമ്മി ജെയിംസും അതുപോലെ തന്നെ അജിംസും ഒക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു പ്രമോ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് പ്രമോയിൽ പ്രമോദ് രാമൻ പറയുന്നൊരു ഡയലോഗുണ്ട്. ഭാഗ്യത്തിന് അതിൽ സീതാവിധ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ അത് പറയേണ്ടിയിരുന്നത്. പക്ഷേ പ്രമോദ് രാമൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണെങ്കിൽ പിന്നെ ഇലക്ഷൻ റിസൾട്ട് കേൾക്കാനും ആളുകൾ ഇവിടെ തന്നെ വരും എന്നുള്ളതാണ്. അത് അവസാനത്തെ ഡയലോഗാണ്. അതിനു മുമ്പ് ഇവർ പറയുന്നത്, നമുക്കൊരു ബോട്ടിറക്കി ഇട്ട് എന്ത് ചെയ്യാം, കുറേ കൂടി ആളെ ഇതിനകത്ത് കയറ്റാം എന്ന് പറഞ്ഞാൽ, ബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, ബോട്ട് ഉപയോഗിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യാം, ഇല്ലാത്ത വ്യൂവർഷിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ യൂട്യൂബിലൊക്കെ അപ്പോൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ തന്നെ ഒരു 2 ലക്ഷം പേര്, 7 മണിയാകുമ്പോൾ ഒരു 5 ലക്ഷം പേര്, പിന്നെ ഒരു 10 ലക്ഷം പേര് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും. അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. അതിലേറെക്കുറെ ശരിയുമാണ്. അതിൽ പലപ്പോഴും വ്യാജമായിട്ടുള്ള ഒരു ലൈവ് കാഴ്ചക്കാരെ ഉണ്ടാക്കാൻ അത് സഹായിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ബോട്ടിറക്കാം എന്നാണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മറ്റേ ഒരു തന്ത്രം എന്ത് ചെയ്യാം, നമുക്ക് 3-4 പേര് ഇന്ന് അലറി വിളിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, വലിയ ലേലം വിളി പോലെ റിസൾട്ട് പറയാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് 24 ന്യൂസിനെയും റിപ്പോർട്ടർ TV-യൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇത് പറഞ്ഞിട്ടുള്ളത്. ബോട്ട് റിപ്പോർട്ടർ TV ഉദ്ദേശിച്ചിട്ടാണ്, 24 ന്യൂസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്ന ലേലം വിളിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലേലം വിളിയും അതുപോലെ തന്നെ ആർത്തട്ടഹസിക്കലും മാത്രമല്ല, കഴിഞ്ഞ തവണ ഏതാണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിമിനൊക്കെ എന്തോ കംപ്ലൈൻറ്റ് പറ്റി പോലെയൊക്കെ പെരുമാറുണ്ടായി. കാരണം ധർമ്മടത്ത് പുറകിലാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ലെവൽ തെറ്റിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ എന്തോ ഗുളികയോ മരുന്നോ ഒക്കെ കൊടുത്തിട്ടാണ് അത് ഭേദമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ പ്രമോദ് രാമൻ പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജനങ്ങൾ റിസൾട്ട് അറിയാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്, നമ്മൾ ഭംഗിയായിട്ട് അങ്ങനെ റിസൾട്ട് പറഞ്ഞാൽ മതി, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്, എങ്കിൽ നമ്മളെ കേൾക്കാനും ആളുകൾ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ അജണ്ട നിശ്ചയിക്കാനും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ VD സതീശൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഇവിടെ നിലവിലുള്ള VD സതീശൻ ഗ്രൂപ്പിൻ്റെയൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിച്ചത് ദാവീദാണ്. അദ്ദേഹം സ്തുത്യർഹമായ സേവനം നടത്തുകയും മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷൻ അദ്ദേഹം ഉറപ്പുവരുത്തുകയും ഈവൻ മുസ്ലിം ലീഗിനെ കൊണ്ടുപോലും ഈ തീരുമാനമെടുപ്പിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, വിനു ജോണിനെയും അതുപോലെ തന്നെ സീതാവിധിനെയും ഒക്കെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ടത് ഒരൊറ്റ ആൾക്കാണ്. VD സതീശൻ വന്നാൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മിക്കവാറും മാധ്യമ ഉപദേഷ്ടാവുക, പണമൊന്നും മേടിക്കാതെ തന്നെ മീഡിയ വണ്ണിൻ്റെ മാനേജിങ് ഡയറക്ടറും മാനേജിങ് എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള ദാവീദ് തന്നെ ആയിരിക്കും. അദ്ദേഹം തീർത്തും അർഹനാണ്. VD സതീശൻ മറക്കില്ലെന്ന് ഞാൻ ഉറപ്പായും വിചാരിക്കും.